അവക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ചിലപ്പോ ബോധമില്ലായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവളെന്നെ വിളിച്ചേനെ, അല്ലെങ്കിൽ വന്നേനെ. എന്തായാലും സിദ്ധോട്ട സ്റ്റേഷനിലേക്ക് പോയിരിക്കല്ലേ. പോലീസ് ഇറങ്ങുന്നതോടെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ പറ്റും. പാർവതിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ പോലീസിന്? ഇല്ലല്ലോ. പോലീസിലൊന്നും എനിക്ക് വിശ്വാസമില്ലാതായി. ഇനി ദൈവം തന്നെ വിചാരിക്കണം, എന്നാലേ എന്റെ മോള് തിരിച്ചു വരൂ. ഓ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? അറിഞ്ഞു, അതുകൊണ്ടാ വിളിച്ചത്. എന്താ അവർക്ക് പറ്റിയത്? ആർക്കറിയാം. എന്തായാലും അതിന്റെ ഗുണമുണ്ടായത് എനിക്കാ. ഓരോ ദിവസം കഴിയുന്തോറും ഈ വീട്ടിലെ അംഗസംഖ്യ കുറഞ്ഞാ വരുന്നു. നിത്യ പോയി, അമ്മയെ കാണാനില്ല. പിന്നെ ഓൾഡ് മുത്തശ്ശിയും അച്ഛനും ബാക്കിയുണ്ട്. ആ രണ്ടുപേരും കൂടി പോയാ ഞാനും അവളും മാത്രമായി മാറും. അതോടെ നിന്റെ അന്ത്യവും സംഭവിക്കും. കരുനാക്കെടുത്ത് വാളക്കല്ല എൻ്റെ അമ്മ. ഒരു വിധത്തിലാ ഞാൻ എന്റെ വഞ്ചി കരക്കടിപ്പിക്കാൻ നോക്കുന്നത്. അതിന്റെ ഇടയിൽ കയറി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? പ്രോത്സാഹിപ്പിക്കണ്ടേ, നിരുത്സാഹപ്പെടുത്തായിരുന്നു ഇവിടെ. നാശത്തിലേക്ക് നിന്റെ പോക്ക്. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരമ്മയുടെ കടമയാ. നിങ്ങൾക്കും ഗുണമുള്ള കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു നല്ല കാലം വന്നാ അതിന്റെ ഗുണം ആർക്കാ? അമ്മയ്ക്കും കൂടിയല്ലേ. ലക്ഷണം കണ്ടിട്ട് നല്ല കാലമൊന്നും വരുമെന്ന് തോന്നുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ അപകടത്തിലേക്കാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് നിന്റെ പ്രശ്നം. അനുഭവം വരുമ്പോൾ നീ പഠിച്ചോളൂ. അപ്പോ ഒരുപാട് വൈകിയിരിക്കും. ഇതാണ് കുഴപ്പം. എപ്പോ വിളിച്ചാലും നെഗറ്റീവ്സാ. ഇനി എന്നെ വിളിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. നീ ഇങ്ങനെ പറയോളെന്ന് എനിക്കറിയായിരുന്നു. പാവം പാർവതി, അവക്കിങ്ങനൊരു ഗതി വന്നല്ലോ. എന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ട്. അതൊന്നും ഇപ്പം ഞാൻ നിന്നോട് പറയുന്നില്ല. അത് കേട്ടാ നിനക്ക് ദേഷ്യം കൂടും. നീ ഫോൺ വെച്ചോ, വെറുതെ BP കൂട്ടണ്ട. എന്തായി കുഞ്ഞളിയ? പോലീസുകാരെന്തു പറഞ്ഞു? അവരന്വേഷിക്കാന്ന് പറഞ്ഞു. അവരന്വേഷിക്കും. ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കും മുമ്പ് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല. നേരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതെ, അതിലാ എനിക്കും പേടി. വേറൊന്നുമല്ല, സ്ത്രീയാണല്ലോ, കാലമാണെങ്കിൽ മോശവും. നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് വിവരം തിരക്കാമായിരുന്നു. അവിടെ എങ്ങാനും പോയിട്ടുണ്ടാവുമെങ്കിലോ? ഏയ്, ചേച്ചി അങ്ങനെ ഒരിക്കലും പോവാറില്ലല്ലോ അച്ഛാ. ഇതെന്തോ അപകടം പറ്റിയത് തന്നെയാ, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. അവക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അളിയ, അങ്ങനൊന്നും പറയല്ലേ. ചേച്ചി തിരിച്ചു വരും. അതെ, അങ്ങനെ വിശ്വസിക്കുന്നതാ നല്ലത്. അല്പ ആശ്വാസമെങ്കിലും കിട്ടും. ഒന്ന് നിന്നേ. ഇതില് വേറെ ആർക്കൊരു പങ്കുമില്ലല്ലോ അല്ലേ? പങ്കോ? മനസ്സിലായില്ല.
അല്ല, ശത്രുക്കളാണല്ലോ ചുറ്റും. അവരാരെങ്കിലും ആണോ ഈ കാണാതാകലിന് പിന്നില്?